പ്രണവാർത്ഥായ ബുദ്ധജ്ഞാനൈകമൂർത്തയേ പരായ പ്രശാന്തായ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വിദ്യയുണ്ട്, ബലമുണ്ട്, പണമുണ്ട്, എല്ലാമുണ്ട്. മനുഷ്യന് മാത്രമല്ല, നേരത്തോടെ സൂചിപ്പിച്ചതുപോലെ ആ ദൈവത്തിനും എല്ലാവർക്കും ഒരു ഗുരു ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ശ്രീരാമനുണ്ടായിരുന്നു, ശ്രീകൃഷ്ണനുണ്ട്, എല്ലാവരും ഉണ്ട്. ഭഗവാൻ ശിവൻ പാർവതിയോട് ഉപദേശിക്കുന്നൊരു വാക്ക്, വിദ്യാധനം ബലം ചെയ്വ യേഷാം ഭാഗ്യം നിരർത്ഥകം യേഷാം ഗുരുകൃപാ നാസ്തി ഓ ഗച്ഛന്തി പാർവതി. വിദ്യയുണ്ട്, ധനമുണ്ട്, ബലമുണ്ട്, എല്ലാം എന്താണ്? ഈ ഗുരുവിനെ പല വിധത്തിലാണ് ആൾക്കാർ ആരാധിക്കുന്നത്. ചിലര് വ്യക്തിയെ ഗുരുവായിട്ട് ആരാധിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ കഴിവ്, ഉള്ളിലുള്ള കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കും. ചിലർ ചില പ്രതീകങ്ങളെ ഗുരുവായിട്ട് ആരാധിക്കാം. പ്രതീകങ്ങളെ ചിലര് അത് കൂടാതെ ചില പുസ്തകങ്ങളെയോ അങ്ങനത്തെ സ്ഥലം ഗുരുവായിട്ട്. ഏതായാലും ഗുരു സങ്കല്പം ഇത് ഭാരതത്തിൽ മാത്രമുള്ളൊരു സങ്കല്പം. ഭാരതം ആ നിലയ്ക്ക് ഭാരതവും ഉയർന്നു. അതുകൊണ്ടാണ് ലോക ഗുരുവായി ഭാരതം വരണം എന്ന് ഇന്ന് ആഗ്രഹിക്കേണ്ടതും നേരത്തെ ഉണ്ടായത്. ആ ഗുരുവിനെ തേടിയാണ് നമ്മുടെ ഭാരതത്തിലേക്ക് നിരവധി ആൾക്കാർ ഗുരുവിനെ തേടി ഇങ്ങോട്ട് വന്നു. ഇവിടെ നമുക്കറിയാം, ഞാൻ വേറെ എവിടേക്കും പോകുന്നില്ല, തക്ഷശിലയിലേക്കും നവതിയിലേക്കും. നമ്മൾ സാക്ഷാൽ തിരുവനന്തപുരത്ത് പേര് കേട്ട ഒരു സർവകലാശാല ഉണ്ടായിരുന്നു. എല്ലാവരെയും ഇവിടെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് അതിന്റെ ബ്രാഞ്ച് വേറെ സ്ഥലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും തക്ഷശിലയും വിക്രമശിലയും അതേപോലത്തെ സർവകലാശാല മാത്രമല്ലെങ്കിൽ കേരളത്തിലും വനപ്രദേശമായിരിക്കുന്ന ആദനാട്ട് പോലും മലപ്പുറം ജില്ലയിലെ സർവകലാശാല ഈ വിധത്തിൽ ഭാരതത്തെ ഒരു ഗുരുവായി ലോകമാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നേരിട്ടുണ്ടോ? നമുക്കും ഒരു സങ്കല്പം സന്യാസിമാരോട് സൂചിപ്പിക്കുന്നു. ആ സങ്കല്പത്തോടു കൂടി നിരന്തരം നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കട്ടെ. അതാണ് പഠനം നടത്തണം. ആ പഠനം എന്താണ് എന്നുള്ള കാര്യം ആ നിലയ്ക്ക് വളരെ വലിയ സങ്കല്പത്തോടു കൂടി ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട്, ഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് നടത്തി മുന്നോട്ട് പോകാൻ ഭഗവാൻ വ്യാസന്റെ സർവം എന്ന സങ്കല്പം. വ്യാസൻ തൊടാത്തായിട്ട് ഒന്നുമില്ല. വ്യാസന്റെ പരിപൂർണ സമർപ്പണത്തിലുള്ള